ഇന്നിവിടെ ക്ലിനിക്കിലൊരു പേഷ്യൻ്റ് വന്നിട്ട് ചോദിച്ചേ ഈ ചിക്കൻ ബോക്സ് കഴിഞ്ഞിട്ട് ആൾക്കൊരു 10-12 ഡേയ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോൺ വെജ് ഫുഡും അതോ ഓയിലി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ചിക്കൻ ബോക്സ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, അത് നമ്മളെ ബോഡിയിൽ ഒരുപാട് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള മുറിവുകൾ ഉണ്ടാക്കും. അപ്പോൾ ഒരു 10-12 ഡേയ്സ് കൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള മുറിവുകളൊക്കെ നമുക്ക് ചെറുതായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇത്തിരി ഡീപ്പായിട്ടുള്ള മുറിവുകളുണ്ട്, എപ്പിഡെർമിസിൽ ഉണ്ടാവുന്ന മുറിവുകൾ, അതൊരു 3 to 4 വീക്സ് എക്സ്ട്രാ പിടിക്കും അതൊന്ന് ഹീൽ ചെയ്യിക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ബോഡി ഒരുപാട് ശ്രമിക്കും, അതിനുവേണ്ടി ഒരുപാട് ഹീൽ ചെയ്യാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ ബോഡി കോൺസെൻട്രേറ്റ് ചെയ്യണം. ഈ സമയത്ത് തന്നെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇച്ചിരി വീക്കായിരിക്കും, കാരണം ഒരു വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് അതൊന്ന് റിക്കവറി സ്റ്റേജിലായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഇത്തിരി ഹെവി ഫുഡ്സ് ആയ നോൺ വെജ് ഫുഡ്സ്, ഒരുപാട് ഫ്രൈഡ് ഫുഡ്സ്, എണ്ണയിൽ പൊരിച്ചെടുക്കണ ചിപ്സ് പോലെ സാധനം കഴിച്ചാൽ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാനും ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യാനും ബോഡിക്ക് സാധാരണ ലൈറ്റ് ഫുഡിനേക്കാളും ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ ഈ ഹീലിങ്ങിനെ ചിലപ്പോൾ ഇത് ഇൻഡയറക്റ്റ്ലി ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. ശരിക്കും ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അങ്ങനെ ഒരു 1 month കഴിഞ്ഞിട്ട് ഓയിലി ഫുഡ് കഴിക്കാൻ പാടൂ എന്നൊന്നുമില്ല. പക്ഷേ നമ്മളെ ഹീലിങ്ങിനും പെട്ടെന്നുള്ള റിക്കവറിക്കും ഈ ലൈറ്റ് ഫുഡ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു കേസ് വന്നു. അപ്പോൾ അത് ഞാൻ സാധാരണ നമുക്ക് റിക്കവറിനേക്കാളും പെട്ടെന്ന് നമ്മളുടെ ഈ ലൈറ്റ് ഫുഡും ഈ നമ്മളെ ആയുർവേദ മെഡിസിൻ കൊണ്ടും റിക്കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു രീതി. അപ്പോൾ മാക്സിമം ഒരു ലൈറ്റ് ഫുഡ്, അല്ലെങ്കിൽ നമുക്ക് ഈസിലി ഈസിലി ഇറക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഒരു 1 month കഴിച്ചതിന് ശേഷം നമ്മൾ ഇത്തിരി ഹെവി ഫുഡിലോട്ട് പോവാം. ബോഡിക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും.